ഹലോ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ഒരു താളിപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വലിയൊരു കുമ്പളങ്ങ തന്നെ എടുത്തിന്. അപ്പോൾ അത് നടുമുറിച്ച് ചെത്തി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തുണ്ടാകുന്ന വെള്ള കളറ് ഇതുണ്ടാവില്ല, ചെറിയ മുള്ളു പോലുള്ളത്, അതൊക്കെ ഞാൻ വരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇത് തൊലിയൊക്കെ ചെത്തി നല്ല വൃത്തിയിൽ ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചിട്ടും കറി ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാതെ സാധാ നോർമൽ ഒരു താളിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തൊലിയെല്ലാം ചെത്തി നല്ല വൃത്തിയിൽ അതിൻ്റെ ഉള്ളത്തെ സീഡ്സൊക്കെ ഉണ്ടല്ലോ, ഒരു കുരുവൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചീരുള്ളി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മളെ കുമ്പളങ്ങ പീസസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിക്കാം. എന്നിട്ട് അതിനുശേഷം ഞാനിവിടെ എടുത്തിരുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കത് കുക്കറിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ സാധാരണ നോർമൽ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ വെള്ളം കഞ്ഞിവെള്ളം എന്ത് ചെയ്യുമെന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് നല്ലോണം വേവിക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യുക, നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പോ എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് വറ്റി പാകത്തൊരു ഇതിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുമ്പളങ്ങ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.